അറിഞ്ഞോ വല്ലതും വിശാലിന് അൻഷിതയുടെ അടുത്ത് പ്രേമം. ഇവൻ എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് പ്രേമമൊന്നുമല്ല, ഇവന് വേറെന്തോ പെശകാണ്. രണ്ടടി കിട്ടിക്കഴിഞ്ഞാൽ മാറാന്നുള്ള പെശകാണ് വിശാലിനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിശാല് പക്കാ ഫേക്കാണെന്നുള്ള കാര്യം ഇപ്പൊ തർഷികയ്ക്ക് അറിയാം. പുറത്ത് നിൽക്കുന്ന തർഷികയുടെ അടുത്തും കൊഞ്ചി കുഴഞ്ഞ് സത്യയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് ആക്ടർ ആയതുകൊണ്ടാണ് ഞാനും തർഷികയായിട്ട് ഇവിടെ കാണിക്കുന്ന സാധനമൊക്കെ പുറത്ത് വരുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടും. അവൻ്റെ തല മിക്കവാറും അടിച്ച ആളുകൾ തിരിച്ചു വിടും. കാരണം വിശാല് തർഷികയുടെ അടുത്തുനിന്ന് മാറി ഇപ്പം അസിൻ 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 എന്ന് പറഞ്ഞ് വിളിച്ച് തുടങ്ങിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അൻഷിതയുടെ മണ്ടയിലോട്ട് ചാഞ്ഞ് ആ കൊച്ചു മര്യാദയ്ക്ക് ഒരു അറ്റത്തൂടെ പോവായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ മണ്ടയിലോട്ട് മറിഞ്ഞിരിക്കുകയാണ്. നന്നായി അൻഷിത എവിക്റ്റ് ആയത്. ഇനിയിപ്പോൾ അതിനെയും കൂടെ കുഴിയിൽ വീഴ്ത്തണ്ട. അൻഷിത അവനിക്ക് എന്തോ ഒരു പെശ കൊണ്ടെന്ന് അൻഷിതയ്ക്ക് മനസ്സിലായി. എന്താണ് ഈ വിശാൽ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പം അൻഷിത നാളെ എവിക്റ്റ് ആവും. അപ്പം ഇനി അത് കഴിഞ്ഞാൽ ജാക്ലിനുണ്ട്, സൗന്ദര്യമുണ്ട്, മഞ്ജരിയുണ്ട്, പിന്നെ പവിത്രയുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പവിത്രയുടെ മുകളിലായിരിക്കും വിശാല് പോകാൻ സാധ്യത ഉള്ളത്. കാരണം വിശാലിന് എന്തോ ഒരു പ്രണയരോഗം കാണും. പ്രണയരോഗമൊന്നും അല്ല, അതിന് പറയാൻ പേരൊക്കെ വേറെയാണ്. ഇവന് വേറെന്തൊക്കെയോ ലക്ഷ്യങ്ങളാണ് ഇവന് വേണ്ടത്. കാരണം ഇവൻ അതിനാണ് തർഷികയുടെ പറയില്ല മനുഷ്യർ. കാരണം ഇവന് പ്രേമോ ഇഷ്ടമോ അങ്ങനെ ഒന്നും അല്ല. ഇവനിക്ക് കണ്ടന്റ് ആക്ടർ ആവണം, ഇവനിക്ക് ഈ സാധനങ്ങളൊക്കെ പുറത്ത് വരണം. ഇമാതിരി ഒരു ഫേക്കിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം. പിന്നെ എവിക്ഷന്റെ കാര്യം ഞാൻ ഇപ്പോഴും അറിയുന്നത് അൻഷിത എവിക്റ്റഡ് ആണെന്ന് തന്നെയാണ്. വീണ്ടും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അൻഷിത എവിക്റ്റഡ് ആണെന്നാണ് അറിയുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. മാറ്റമൊന്നുമില്ല, അൻഷിത തന്നെയാണ് കേട്ടോ എവിക്റ്റഡ്. പിന്നെ ഇന്നത്തെ വീക്കെൻഡിൽ ഈ പറയുന്ന പോലെ ജെഫ്രി എവിക്റ്റ് ആയപ്പോൾ വീട്ടുകാർ ഫുൾ ഷോക്ക്ഡ്. ജെഫ്രിയും പറഞ്ഞിട്ടുണ്ട്, ജെഫ്രി ഇവിടെ കളിച്ചതെല്ലാം ഗെയിമിന് വേണ്ടിയിട്ടാണ്, ജാക്കിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നേക്കാം എന്നുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഫാമിലി വന്നതിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ഇന്ന് മെയിൻ കോണ്ടന്റ് ഈ പറയുന്ന വിശാൽ അൻഷിത സംഭവമാണ്. വൈകിപ്പിക്കേണ്ട, തുടങ്ങാൻ നമുക്ക്. ബിഗ് ബോസ് സീസൺ 8 തമിഴിന്റെ ഡേ 83 ഡിസംബർ 28 വീക്കെൻഡിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പം ആദ്യം തന്നെ വെള്ളിയാഴ്ചത്തെ സംഭവങ്ങളാണ്. അൻഷിതയും വിശാലും കൂടെ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആവുന്നു. ഗാർഡൻ ഏരിയ ഇങ്ങനെ ചുറ്റി തോള കൈയൊക്കെ ഇട്ട് ഓക്കെ ഫൈൻ സംസാരിച്ചു വരാണ്. വിശാല് പറയാണ്, നാളെ ഞാൻ എവിക്റ്റായി പോയി കഴിഞ്ഞാൽ നീ ഭദ്രമായി ഗെയിം കളിച്ച് തിരിച്ചു വരണം, നിനക്ക് വേണ്ടി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. ഇവൻ പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം അൻഷിത ചോദിക്കണം, ഓക്കെ ദെൻ പറ, അപ്പുറം അതിനപ്പുറം അതിന് ശേഷം ഇങ്ങനെ ചോദിക്കണം. വിശാല്, മറക്കരുത്, നീ എന്നെ മറക്കരുത്, നീ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ നീ മറക്കരുത്. ഞാൻ അരുണിൻ്റെ അടുത്തല്ലാതെ ഇപ്പം നിൻ്റെ അടുത്താണ് ഈ കാര്യം പറയുന്നത്. എനിക്ക് നിൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നിന്നോട് സംസാരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിന്നോട് എനിക്കൊരു ക്ലോസ് പേഴ്സണാലിറ്റി ഉണ്ട് എനിക്ക് നിന്നോട്. അപ്പം അൻഷിത, അപ്പം ഞാനാണ് നാളെ പോകുന്നെങ്കിലോ? അപ്പം വിശാല്, ഞാൻ വെയിറ്റ് ചെയ്യും. അല്ല, നീ വെയിറ്റ് ചെയ്യണം, എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യണം. നമ്മൾ രണ്ടുപേരും പോവുകയാണെങ്കിൽ നമുക്ക് ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിക്കാം, എന്നിട്ട് പിന്നീട് റീ എൻട്രിക്കൊക്കെ തിരിച്ചൊക്കെ വരാം എന്നുള്ള സംഭവമാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് വിശാല് തർഷികയുടെ അടുത്ത് ഇതിൻ്റെ അപ്പുറം വരുന്നത്. ഇതിൻ്റെ അപ്പുറമാണ് തർഷികരെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ നോക്കുന്നു, ഫസ്റ്റ് എവിക്ഷനിൽ ഇങ്ങനെ തോളൊക്കെ ഇട്ട് തട്ടുന്നു, തർഷികയെ കൊണ്ട് ചൂട് പിടിപ്പിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഇമാതിരി ഒരു എന്താ പറയുക, ലവ് ഡ്രാമ എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. സിറ്റുവേഷൻഷിപ്പോ എനിക്കറിയില്ല, എനിക്കൊന്നുമേ പറയാനേ വരുന്നില്ല. അത്രയ്ക്ക് എനിക്കിന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ ആളുകളൊന്നും വെറുപ്പ് തോന്നിയിട്ടില്ല. ആൾക്കാരോട് സത്യം പറയല്ല, വെറുപ്പ് തോന്നിയിട്ടില്ല ഒരു കണ്ടസ്റ്റൻസിനോടും. ഗെയിം ആണെന്നുള്ള ലെവലിലേക്ക് വിശാല് കാണിക്കുന്ന കാണുമ്പോൾ അയ്യോ ഇങ്ങനെ ഒരു ചീപ്പ് പേഴ്സണാലിറ്റി ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇന്നിപ്പോൾ കുറേ പേര് പറയും വിശാലിൻ്റെ മണ്ടയൊക്കെയായിരുന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അൻഷിതയ്ക്ക് വിശാലിൻ്റെ അടുത്തുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പക്ഷെ വിശാലിന് തിരിച്ചുള്ള സാധനം അതല്ല. വിശാല് പിന്നീട് പറയുന്നുണ്ട്, ഞാൻ തർഷികയോട് പോലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വിശാല് പറയാണ്, ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് അരുണിനോട് പറഞ്ഞതിന് ശേഷം നിന്നോട് മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. നിന്റെ ലൈഫിൽ എപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ അത് മറക്കരുത് കേട്ടോ. അപ്പോഴേക്കും അൻഷിതയ്ക്ക് ഒരു ചെറിയ മനസ്സിലാവുന്നു സംഭവം പ്രേമമാണെന്നുള്ള കാര്യം. അപ്പം അൻഷിത, ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ ഒരാളോട് എനിക്ക് പോയി ഒന്ന് സംസാരിക്കണം. 4 ആഴ്ച മുന്നേ ഇരുന്ന് ഞാൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു. ഇന്നലെ അർച്ചന ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വാല്യൂ മനസ്സിലായത്. എന്നെ എന്തോരം മോശമായിട്ട് അയാൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
വലിച്ചിട്ടു ട്രീറ്റ് ചെയ്തു എന്നുള്ള കാര്യം. അത് വേറെ ഒന്നുമല്ല, അൻഷിതയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന വെച്ച് എനിക്ക് ഫീൽ ചെയ്ത സാധനം അതാണ്. അൻഷിതയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കും, അത് ഒത്തിരി ടോർച്ചർ ചെയ്ത സാധനമായിരിക്കാം. അപ്പോൾ ടോർച്ചർ ചെയ്തതുകൊണ്ട് ആ ഒരു കാര്യം പോയിട്ട് സംസാരിച്ച് ക്ലിയർ ആക്കി അയാളോട് ബബായി പറയണം. അതാണ് അൻഷിത പറഞ്ഞ സാധനം. അപ്പോൾ വിശാല്, നീ അതിനേക്കാളും നല്ല ഒരാളെ ഡിസർവ് ചെയ്യുന്നുണ്ട് അൻഷിത. യു ഡിസർവ് എ ബെറ്റർ ഗൈ. നീ പറഞ്ഞതിലും നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം അൻഷിത, ഇവിടെ ഞാൻ വരുന്നതിന് മുന്നേ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു, കെഞ്ചിയാണ് എന്നോട് സംസാരിച്ചിരുന്നത്, മോശമായി എന്നെ ട്രീറ്റ് ചെയ്തു, എല്ലാം വെച്ച് സംസാരിച്ച് എല്ലാം അവനെ വിളിച്ചിട്ട് സംസാരിച്ചൊരു ബാബായി എനിക്ക് പറയണം. അപ്പോൾ വിശാല്, പഴയതൊക്കെ എടുത്ത് കള അൻഷിത, പുതിയത് നല്ല കാര്യങ്ങൾ നമ്മളെ തേടി വരും. ലൈഫിൽ എന്ത് വന്നു കഴിഞ്ഞാലും ജോളി ആയിട്ട് നിനക്ക് പുതിയ ഒത്തിരി കാര്യങ്ങൾ വരും എന്നെല്ലാം പറയുന്നു. ഓക്കെ വിശാൽ എന്നൊക്കെ പറഞ്ഞ് ഹഗ് ചെയ്ത് അവിടെ നിന്ന് അൻഷിത പോകുന്നു. വിശാലിന്റെ ഉദ്ദേശം ഈ സാധനത്തിന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവന്റെ ഫേക്ക് ഡ്രാമയാണ്, ഡ്രാമ ലവ് ആണ്. അൻഷിത നേരെ പോയി അരുണ്ട ചെവിയിൽ ഈ സാധനം ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എപ്പിസോഡിൽ കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല എന്താണ് അൻഷിത ചോദിച്ചത് എന്ന്. നമ്മൾ എല്ലാവരും ചിന്തിച്ചിരിക്കും. പക്ഷേ ചോദിച്ച് അത്ര മ്യൂട്ടായിട്ടാണ് ചോദിക്കുന്നത്. അത് എപ്പിസോഡിൽ പോലും അവർക്ക് എഴുതി പോലും കാണിക്കാൻ പറ്റുന്നില്ല എന്താണ് അൻഷിത ചോദിക്കുന്നത്. അരുൺ അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. അരുൺ ഒരു ഉത്തരം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ചോദ്യം എന്താണെന്ന്. ചോദ്യം അൻഷിത എന്തോ ചെവിയിൽ ചോദിക്കുമ്പം അരുൺ തിരിച്ച് കൊടുക്കുന്ന ഉത്തരം, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്ന എനിക്കായിരിക്കും, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനായിരിക്കും. ഇതാണ് അരുൺ കൊടുക്കുന്ന ഉത്തരം. അപ്പൊ അൻഷിത ചെവിയിൽ ചോദിച്ച സംഭവം എന്താണ്? വിശാലിന് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടോ? അതാണ് അൻഷിത ചോദിച്ചത്. വിശാലിന് എന്നെ ഇഷ്ടമാണോ? അപ്പോഴാണ് അരുൺ ഈ ഉത്തരം കൊടുക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനാണ്, ഞാനായിരിക്കും നിങ്ങളുടെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുകയാണെന്ന്. ഐ എം ഷുവർ എന്തായാലും എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് അൻഷിതയുടെ അടുത്ത് ആര് പറയണം? അരുൺ പറയാണ്, നീ ഒരു അടിപൊളി ഒരു ലൈഫ് ഡിസർവ് ചെയ്യുന്നുണ്ട് അൻഷിത എന്നൊക്കെ പറയാണ് അൻഷിതയുടെ അടുത്ത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി വിശാലിൻ്റെ കാര്യമാണ് ചോദിച്ചത്. അപ്പം അൻഷിത, ആരോടും പറയരുത് ഈ കാര്യം. ഇല്ല ഒന്നുമില്ല, ഓക്കെ എന്നെ നിനക്ക് വിശ്വസിക്കാം എന്നിങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കുകയാണ്. അതിനുശേഷം രാത്രി വിടുതലൈ 2 വിജയ് സേതുപതിയുടെ മൂവിയൊക്കെ കാണുന്നു. പിന്നീട് വിജയ് സേതുപതി സ്ക്രീനിൽ ചേരുകയാണ്. ഫാമിലി വന്നപ്പോഴുള്ള ഫീൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാവരും അവരവരുടെ നെഗറ്റീവുകൾ ചോദിച്ച് വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും അവരവരുടെ ഫാമിലി വന്നപ്പോൾ എന്ത് തോന്നി എന്നുള്ള കാര്യം പറയുന്നു. അതിനകത്ത് വിജയ് സേതുപതി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം മാത്രം ഞാൻ പറയാം. പവിത്ര, ഞാനിതാണെന്ന് പറയാതെ ആ ഒരു ബൗണ്ടറി ഉടയ്ക്കാൻ ശ്രമിക്കുക. ജെഫ്രി, നിന്റെ അമ്മ പറഞ്ഞ് നീ കേൾക്കണം, നിന്നോട് സംസാരിക്കാൻ നിന്റെ അമ്മ പറഞ്ഞില്ലേ, നീ അത് ചെയ്യണം. അരുണിന്റെ ആ ഒരു എന്താ പറയുക, ഒരു ദേഷ്യമുള്ള മുഖം കാണണ്ട എന്ന് അർച്ചന പറഞ്ഞില്ലേ, അപ്പൊ അത് വേണ്ട. അപ്പൊ ഓക്കെ അരുണെ, അത് വേണ്ട, ബാക്കിയെല്ലാം കാണിച്ചോ. അൻഷിതയുടെ ഫാമിലി വന്നപ്പോൾ കോടി എക്സ്പ്രഷൻ ആയിരുന്നു അൻഷിതയുടെ മുഖത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ ഫാമിലി വന്ന ആ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ദെൻ വിജയ് സേതുപതി ചോദിക്കുന്നു, ഇവിടെ അവരൊക്കെ വന്നിട്ട് വിരോധം പറഞ്ഞു. ഓരോ ഫാമിലി വന്നിട്ട് ഇന്ന ആൾക്കാരുടെ വിരോധമാണ്, ഇന്ന ആൾക്കാരുടെ വിരോധമാണെന്ന്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ആരുടെ പേരിലാണ് വിരോധം പറയും എന്ന് കരുതിയിരുന്നത്? ആരുടെ പേരിൽ കരുതിയിരുന്നു? ആർക്കാണ് അത് കൊണ്ടത്? ആരെയാണ് അവർ പറഞ്ഞത്? നിങ്ങൾ കരുതിയിരുന്നത് ആരാണ്? അപ്പൊ ജാക്കിലും പറയണം, ഞാൻ വിശാലിനെ പറയുമെന്നാണ് വിചാരിച്ചിരുന്നത്, കാരണം വിശാലും ഞാനുമായിട്ടാണ് എപ്പോഴും പ്രശ്നം. അപ്പൊ ഇവന്റെ പേര് പറയുന്നതാണ് കരുതിയത്, അല്ലെങ്കിൽ സൗന്ദര്യയുടെ പേര്. പക്ഷേ ജെഫ്രിയുടെ പേരാണ് അവർ വന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആകെ ഷോക്കായി പോയി. അപ്പൊ അറിയാൻ പറയണം, ഞാൻ ജാക്കിലിനും സൗന്ദര്യം ഞാനുമായിട്ടുള്ള കാര്യം പറയുമെന്ന് പറഞ്ഞിരുന്നു, അത് പറഞ്ഞില്ല. മഞ്ജരിയുടെയും മുത്തുവിന്റെയും കേസാണ് പറഞ്ഞത്. അപ്പൊ മുത്തു, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നത് എല്ലാവരും പിന്നിൽ നിന്ന് എന്തൊക്കെ പറയും എന്നുള്ളത് ഇവർ വന്ന് വെളിച്ചത്തുള്ളൂ എന്നാണ്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല എന്നാണ് മുത്തു പറയുന്നത്. വിജയ് സേതുപതി ചോദിക്കുകയാണ്, ഇനി ഇവിടെ വന്ന് ഇവരൊക്കെ ഒപ്പീനിയൻ പറഞ്ഞു, ഇവരൊക്കെ ഇന്ന ആൾക്കാരുടെ പേരിൽ മുരൺപാടുണ്ട്, ഇന്ന ആൾക്കാരുടെ പേരിൽ ഇന്ന ഒപ്പീനിയൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ദീപക് പറയാണ്, എൻ്റെ വൈഫ് ഇവിടെ വന്നിട്ട് ജാക്കിലിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, എന്തോ വഴക്കുണ്ടാക്കിയതിന് ശേഷം 2 അവർ കഴിയുമ്പോഴത്തേക്കും ജാക്കിലിൻ വരും, അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞത്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ 2 തവണ പ്ലേ ചെയ്തിട്ട് എനിക്ക് കത്തിയില്ല. അപ്പം അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ ജെഫ്രിയുടെ മെച്യൂരിറ്റിയുടെ കാര്യവും പറഞ്ഞപ്പോൾ എനിക്കൊരു ഇതായിട്ട് തോന്നി. മുത്ത് പറയാണ്, സൗന്ദര്യയുടെ പേരൻസ് വന്ന് സൗന്ദര്യയെ തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്നൊരു ഇതായി. പിന്നെ റാണവിൻ്റെ അനിയൻ വന്നിട്ട് വീട്ടിലും ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് ഷോക്കായ സാധനങ്ങളാണ് ചോദിക്കുന്നത്. അടുത്ത് സൗന്ദര്യയ്ക്ക് ഒരു ബുക്ക് കൊടുത്തു വിടുകയാണ്. ബുക്ക് പേപ്പർ ഫുൾ കാലിയാണ്. ബുക്കിന്റെ ബൈൻഡ് സൗന്ദര്യയുടെ സംഭവ സമയക്കുറിപ്പുകൾ. അത് വേറൊന്നുമല്ല, സൗന്ദര്യയുടെ 101 വിഭവങ്ങൾ എന്നുള്ള സാധനമാണ് മലയാളത്തിൽ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യ പാചകം ചെയ്ത സാധനം ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ സൗന്ദര്യയുടെ തലയിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് സൗന്ദര്യം ഇങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്ററൊക്കെ അടിച്ച ഇതാണ് വരുന്നത്, ഒരു ബുക്ക്. അപ്പം നീ ഇനി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ എഴുതി ഇതിനകത്ത് വെച്ചോ എന്ന് പറയുകയാണ്.
കുറിപ്പുകളൊക്കെ എഴുതി വെച്ചോ എന്ന് പറയുന്നു. പിന്നെ ഞാൻ പെണ്ണായോണ്ട് പറയുന്നല്ലേ, 80 ദിവസം ഇവിടെ നിന്നല്ലേ, എന്തെങ്കിലുമൊക്കെ നോക്കി പഠിച്ചുകൂടായിരുന്ന സൗന്ദര്യം, എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്ന. അപ്പോൾ സൗന്ദര്യം, ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയെങ്കിലും ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളത്. വിജയ് സേതുപതി അടുത്ത് വീണ്ടും പറയുന്നു സാറ്റർഡേ ആണ്, പക്ഷേ എവിക്ഷൻ ഉണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞൊരു ഷർട്ടിൻ്റെ ഇവിടെ ഒരു സിബുണ്ട്, സിബ് തുറന്നിട്ട് അതിനകത്ത് നിന്ന് എവിക്ഷൻ കാർഡ് എടുക്കുന്നു, എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ ജെഫ്രി എവിക്റ്റഡ് കാണിക്കുന്നു. അൻഷിത ഷോക്ക്, അൻഷിത ഇങ്ങനെ ഇരിക്കുകയാണ്, ജെഫ്രി എന്ന് പറഞ്ഞ പേരിങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ അൻഷിത ഒരുമാതിരി ആവുന്നുണ്ട്. ജെഫ്രി പക്ഷേ എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. സൗന്ദര്യം ഷോക്ക് ആവുന്നുണ്ട്. ജെഫ്രി വാടാ സംസാരിക്കാം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കറിയാം സാർ. ജെഫ്രി വന്ന് നിൽക്കുന്നു, ലിവിംഗ് റൂമിൽ വന്ന് നിൽക്കുന്നു, എല്ലാവരും സൈലന്റ്. ദീപക്, ഞാൻ പറയട്ടെ, ഈ ദീപക്കാണ് ജെഫ്രി എവിടുത്തെ ചിന്നപ്പിള്ളയായി വെച്ചിരിക്കുന്നു എന്ന് പലതവണയും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദീപക് പറഞ്ഞപ്പോൾ ദീപക് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി. പക്ഷെ ജെഫ്രി എല്ലാവരും ചിന്നപ്പിള്ളയാക്കി തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര സൈലന്റ്. അപ്പോൾ ജെഫ്രി പറയാണ്, ഇത് ഗെയിമാണ്, നിങ്ങൾ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? അൻഷിത വന്ന് അപ്പം തന്നെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അപ്പം ഞാൻ സെമി വരെ എത്തിയതേ, ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരൊക്കെയാണ്? നിങ്ങളാണ്. ഞാൻ അതിന് ക്വാളിഫൈഡ് അല്ല. സൗന്ദര്യ വരുന്നു, കരയുന്നു. സൗന്ദര്യ പറഞ്ഞു, ഞാൻ വിശാലെന്നാണ് കരുതിയേ. അപ്പൊ എല്ലാവരും ചിരി. അപ്പൊ ജെഫ്രി, ജാക്ലിൻ ഇത് ഗെയിമാണ്, അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഞാൻ സിറ്റുവേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിന് ഞാൻ വോട്ടിന് വേണ്ടി മാറുന്നു എന്നുള്ള ലെവലിൽ പറയരുത്. ഇനി പുറത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല, നീയും ഇങ്ങനെ ആയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ജെഫ്രിയുടെ എവിക്ഷൻ എല്ലാവർക്കും ഭയങ്കര ഷോക്കാവും. പക്ഷേ ജെഫ്രി പറയണ എക്സ്പെക്ട്, പക്ഷേ ജെഫ്രിയുടെ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ സെമി വരെ എത്തി, നിങ്ങളാണ് ഫൈനലിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. ഈ സംഭവം എനിക്ക്, അതായത് ഞാൻ ബിഗ് ബോസിൽ ഇത്ര എനിക്ക് എൻ്റെ ഒരു കഴിവനുസരിച്ച് എനിക്ക് ഇതുവരെ എത്താൻ പറ്റി, ഇനി ബാക്കി നിങ്ങളുടെ കഴിവാണെന്നുള്ള ജെഫ്രിയുടെ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജെഫ്രി ഔട്ടാവുന്നു, നേരെ സ്റ്റേജിൽ വരുന്നു, വിജയ് സേതുപതി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്, ജേണി വീഡിയോ കാണിക്കുന്നു. അതിനുശേഷം പിന്നീട് ജെഫ്രി പറയാണ്, 14 ഡേ ആണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത്. പിന്നെ കണ്ടസ്റ്റൻസിനോട് പിന്നീട് സംസാരിക്കുന്നു. അൻഷിത പറയാണ്, നീ പേടിക്കാനടാ, ഞാൻ ചിലപ്പോൾ അടുത്തിപ്പോൾ വരും എന്ന് പറയുന്നുണ്ട്. അടുത്ത് ബായി പറഞ്ഞ് ജെഫ്രി പോകുന്നു. വിജയ് സേതുപതിക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. എന്നിട്ട് എന്ത് തെറ്റാണ് ജെഫ്രി പറ്റിയെന്ന് ജെഫ്രി എടുത്ത് ചോദിക്കുന്നു. ജെഫ്രി പറയാണ്, എൻ്റെ പാട്ടുകൾ കുറഞ്ഞു എന്ന് അമ്മ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ജെഫ്രിയെ ബബായി പറഞ്ഞയക്കുന്നു. അൻഷിത വിഷമത്തോടെ ഇരിക്കുകയാണ്. തിരുട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴത്തേക്കും വിജയ് സേതുപതി സാർ നമ്മളെ വഴക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്, അതെനിക്ക് ഫീൽ ചെയ്തു എന്നല്ല അൻഷിത പറയുകയാണ് ജെഫ്രി പറഞ്ഞ കാര്യം. അപ്പോൾ സൗന്ദര്യ ഇതേസമയം ക്യാമറ നോക്കിയിട്ട്, ഇന്ന് വരെ എനിക്ക് സൗന്ദര്യ കരയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ്, ഇന്ന് വരെ എനിക്ക് ആരെയും മിസ് ചെയ്തിട്ടില്ല, ജെഫ്രി പോയപ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നു, ജെഫ്രി ഇപ്പൊ ഇതിനകത്ത് എൻ്റെ കൂടെ ഉള്ള പോലെ തോന്നുന്നു, ഞാനാണ് അവനെ നോമിനേറ്റ് ചെയ്തത്, അങ്ങനെ അവൻ ഔട്ടായി, പക്ഷേ ഞാൻ നോമിനേറ്റ് ചെയ്തതിന് എനിക്ക് റിഗ്രറ്റ് ഇല്ല, ഞാൻ സോറിയും പറയൂല, കാരണം അതെൻ്റെ ഗെയിമാണ്. എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് സൗന്ദര്യം അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ള സാധനം, വേറെ ഒന്നുമില്ല. അപ്പം ഈ ആഴ്ചയും ഡബിൾ എവിക്ഷനാണ്. നാളെ അൻഷിത ഔട്ടാവും. പിന്നെ നമുക്കറിയാം ഇപ്പോൾ മൊത്തം ടോപ്പ് 10 ആയി, നമ്മുടെ ടോപ്പ് 10 കണ്ടസ്റ്റൻസ് ആയി. ടോപ്പ് 10 നിന്നും ഇനി വരാൻ പോകുന്നത് 90ന്റെ വീക്കെൻഡാണ്. 90, 91, 90ലും ഒരാൾ ഔട്ടാവും, 91ലും ഒരാൾ ഔട്ടാവും. അടുത്ത ആഴ്ചയും ഡബിൾ എവിക്ഷൻ ആയിരിക്കും. അതിനുശേഷം ഒരു 93-ാമത്തെയോ 94-ാമത്തെയോ ദിവസം പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരാൾ പോവും. ഓക്കെ, വീണ്ടും വരുന്നത് 97, 98ന്റെ വീക്കെൻഡാണ്. ആ വീക്കെൻഡിൽ ഒരാളെ ഔട്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്നത് ഒരു 102-ാമത്തെയോ 103-ാമത്തെയോ ദിവസം ഒരാൾ കൂടി ഔട്ടാവും. മിഡ് വീക്കിൽ ഒരാൾ കൂടി ഔട്ടാവും. അപ്പോൾ 10 പേര് ബാക്കിയുള്ളതിൽ 5 പേര് ഔട്ടാവും. ടോപ്പ് 5 ഡിക്ലറേഷൻ നടക്കും. അങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ജെഫ്രിയെ പറ്റി ഇനി പറയാനാണെങ്കിൽ, ജെഫ്രി ഈസ്, ഞാൻ എപ്പോഴും പറയാം, ബിഗ് ബോസ് ഈസ് ലൈക്ക് 3 സാധനങ്ങളാണ്. ഒന്ന് ഗെയിം, ഒന്ന് ടാസ്ക്, ഒന്ന് കോണ്ടന്റ്. ജെഫ്രിയുടെ ബേസിൽ കോണ്ടന്റ് ഒന്നുമില്ല, 0 ആണ്. ജെഫ്രിയുടെ ബേസിൽ ഗെയിം ചെറിയ ലെവലിലുണ്ട്, അപ്പുറത്ത് ചാടുന്നു ഇപ്പുറത്ത് ചാടുന്നു. അത് ജെഫ്രിയുടെ ഗെയിമും ഒരു -1 നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ല വേണ്ട, 1 കിടന്നോട്ടെ. പക്ഷേ ജെഫ്രിയുടെ സാധനം, ജെഫ്രി ഒരു ടാസ്ക് ബീസ്റ്റ് ആയിരുന്നു. ടാസ്കുകളെല്ലാം ജെഫ്രി നന്നായിട്ട് കളിക്കുക, അത് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്ര സൂപ്പറായിട്ട് ടാസ്ക് കളിക്കുന്ന ഒരാളായിരുന്നു ജെഫ്രി. പക്ഷേ എന്ത് ചെയ്യാൻ, ബിഗ് ബോസ് ആണ്. പക്ഷെ ജെഫ്രിയെക്കാളും യോഗ്യതയില്ലാത്ത ആളുകൾ അതിനകത്തുണ്ട്. ഇപ്പം ജെഫ്രി മനുഷ്യരെ എവിക്റ്റ് ആയെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവരെക്കാളും യോഗ്യതയില്ലാത്ത വിശാലും പവിത്രയും അതിനകത്തുണ്ട്. റയാൻ നോമിനേഷൻ ഇല്ല, പറഞ്ഞിട്ട് തരില്ല. വിശാലും പവിത്രയും ഉണ്ട് നോമിനേഷനിൽ. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ സേവ് ആവുമെന്ന് അറിയില്ല. വിശാലിന് അരുണിൻ്റെ വോട്ട് കിട്ടിയതായിരിക്കാം. പവിത്രയുടെ കേസ് എനിക്കൊരു പിടിയുമില്ല. നോക്കാം, ഇനിയിപ്പോൾ തൊട്ട് പിറകെ എല്ലാവരും വരും. അടുത്ത ആഴ്ച നോക്കിക്കോ,
വിശാലും പവിത്രയായിരിക്കും, അല്ലെങ്കിൽ വിശാലും റയാനും ആയിരിക്കും. അതിൻ്റെ തൊട്ട് പിറകെ പവിത്രയായിരിക്കും. പിന്നെ ഓരോരുത്തർ ഇത് വന്ന് തുടങ്ങും. വെയിറ്റ് ചെയ്യാം. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. എന്തെങ്കിലും അപ്ഡേറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുമായിട്ട് പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.